പ്രഭാതവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. വേദപുസ്തകത്തിൽ എപ്പോഴും ആവർത്തിച്ച് കാണുന്ന ചില ആശ്വാസവചനങ്ങളുണ്ട്, ചില ധൈര്യപ്പെടുത്തുന്ന വാക്കുകളുണ്ട്. അത് വേദപുസ്തകത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ഞാൻ നിന്നെ അനാഥനായി കൈവിടുകയില്ല, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയിരിക്കും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, അപ്പോൾ ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, കൂടെയിരിക്കും എന്നൊക്കെ പറയുന്ന ഒത്തിരി ബലപ്പെടുത്തുന്ന ആശ്വാസത്തിൻ്റെ വചനങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാനിടയായി തീർന്നു. ലോകത്തിൽ ഒത്തിരി വിശ്വാസങ്ങളില്ലേ, വിവിധ തരത്തിലുള്ള വേൾഡ് വ്യൂസ്. എന്നാൽ അവയുടെ ഒന്നും മതഗ്രന്ഥങ്ങളിൽ കാണാത്ത ഒരു വ്യക്തിപരമായി അതിൻ്റെ വായനക്കാരോട് സംവേദിക്കുവാനുള്ള, ഇടപെടുവാനുള്ള വേദപുസ്തകത്തിൻ്റെ ഒരു പ്രാപ്തി, അത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. മനുഷ്യൻ ഭയത്തോടുകൂടി അടുത്ത് വരുമ്പോൾ ഭയപ്പെടേണ്ട എന്ന വാക്ക്, ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, ഞാൻ നിന്നോട് കൂടെയിരിക്കും എന്ന വചനം, കലങ്ങിമറിഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന വചനം, ഭയന്ന് സമാധാനം നഷ്ടപ്പെട്ട് ആകെ തകർന്നിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക്, അടഞ്ഞ മുറിക്കകത്ത് കതകടച്ച് ഭയന്നിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന വചനം, ഇതെന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയോട് കരയണ്ട എന്ന് പറയുന്ന ആശ്വാസ വചനം, കരയുന്നവരോട് കൂടെ കരയുന്ന ഒരു ദൈവ സാന്നിധ്യം, അതൊക്കെ വേദപുസ്തകത്തിൽ മാത്രം കാണുവാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യമാണ്. അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും എനിക്ക് പറയാനുള്ളതും ഇതുതന്നെയാണ്. വേദപുസ്തകം നമുക്ക് ഉറപ്പു നൽകുന്ന ഈ ആശ്വാസവചനങ്ങൾ, ഈ വാഗ്ദത്തങ്ങൾ, അതാണ് നമ്മുടെ ജീവിതത്തെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പിടിച്ചു നിർത്തുന്നത്, ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ പ്രാപ്തരാക്കുന്നത്. വേദപുസ്തകം എല്ലാ ദിവസവും നാം വായിക്കണമെന്നും അത് ധ്യാനിക്കണമെന്നും അതിൽ നിന്ന് ബലം പ്രാപിക്കണമെന്നും ഒക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. വേദപുസ്തക വായന ഒരു ചടങ്ങാക്കാതെ അതിനെ ജീവിതത്തിൽ ബലവും ആശ്വാസവും ധൈര്യവും പ്രാപിക്കുവാൻ, തളർന്നു പോയെന്ന് തോന്നുന്ന സമയങ്ങളിൽ മോട്ടിവേറ്റഡ് ആകുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കാട്ട്, അങ്ങനെ ഒന്ന് വായിച്ചു തുടങ്ങിക്കാട്ട്, അത് ജീവിതത്തെ മുഴുവൻ പ്രകാശം കൊണ്ട് നിറയ്ക്കും, പ്രത്യാശ കൊണ്ട് നിറയ്ക്കും. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.